ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 93, ശ്ലോകം 5-6. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായ മതിസുന്ദരമന്ദഹാസം വാദാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 5. സ്നേഹാൻ വ്യാദാത്തപുത്ര പ്രണയമൃത കബോധായിതോ മാസ്മഭുവം പ്രാപ്തം പ്രാശ്നൻ സഖേയക്ഷുതമവി ശയുവൻ സിന്ധുവൻ ശ്യാമകാൻ മാപപ്തം യോഷിന്നാദൗ ശിഖിനീ സലഭവൻ പൃങ്കവൻ സാരഭാഗീ ഭൂയാസം കിന്തു ത്വദ്വന്ദനചയനവശാൻ മാഹമീശ പ്രണീശം. അന്വയം. അർത്ഥം: സ്നേഹം നിമിത്തം വ്യാദാസ്തപുത്ര പ്രണയമൃത കബോധായിതക പ്രാവിൻ കുഞ്ഞുങ്ങളെ കണ്ട് സ്നേഹത്താൽ മരിച്ച പെൺപ്രാവിനെ പോലെ മാസ്മഭുവം തീരരുത്. സ്വയുവൻ പെരുമ്പാമ്പെന്ന പോലെ പ്രാപ്തം പ്രാപിച്ചവനെ പ്രാശ്നൻ ഭക്ഷിക്കുന്നവനായിട്ട് ശ്രുതമഭി വിശപ്പ് സഹേയ അസഹിക്കണം സിന്ധുവൻ കടൽ പോലെ അഗാധ ആഴമേറിയവനായി ശ്യാം ആയിത്തീരണം ശിഖിനി അഗ്നിയിൽ ശലഭവൻ ശലഭം പോലെ യോഷിതാദവ് സ്ത്രീ ധനം തുടങ്ങിയവയിൽ മാ പപ്തം വീഴാനിടയാകരുത് ഭൃംഗവൻ പണ്ടിനെപ്പോലെ സാരഭാഗി സാരാംശമെടുക്കുന്നവനായി ഭൂയാസം ഞാൻ ഭവിക്കണം കിന്തു എന്നാൽ തദ്വൻ അതുപോലെ ഹം ഞാൻ ധനജയന വശാൽ പണം കൂടുന്നതുകൊണ്ട് മാ പ്രണേശം നശിക്കരുത്. സാരം: തെളിവ്, ശുദ്ധി, മധുരം ജലത്തിൻ്റെ ധർമ്മങ്ങളാണ്. രാഗദ്വേഷാദികൾ പോയി തനിക്കും ജലത്തിൻ്റെ ഈ ഗുണങ്ങൾ ഉണ്ടാകണം. അഗ്നി ഏതിനെയും ഭക്ഷിക്കും. ഭക്ഷ്യവസ്തുവിൻ്റെ ദോഷം അഗ്നിക്കുണ്ടാകുന്നില്ല. അതുപോലെ ജാതി മതാദി ഭേദം കൂടാതെ താൻ ആരുടെയും ആഹാരം ഭക്ഷിക്കുമാറാകണം. ഒരു ദോഷവും തനിക്ക് അതുകൊണ്ടുണ്ടാകരുത്. വൃക്ഷത്തിൽ അഗ്നി നിറഞ്ഞു നിൽക്കുന്നു. അഗ്നി വൃക്ഷത്തിൻ്റെ ആകൃതിയിലായിരിക്കും. അതുപോലെ ആത്മാവും ശരീരങ്ങളിൽ ദേവൻ, മനുഷ്യൻ, ജന്തുക്കൾ ഈ രൂപഭേദത്തിൽ വർത്തിക്കുന്നു. ചന്ദ്രന്റെ കലകൾക്ക് വ്യതിയാനങ്ങളുണ്ട്, പക്ഷേ ചന്ദ്രനില്ല. അതുപോലെ ആത്മാവിന് വൃത്തിക്ഷയങ്ങളില്ല. ശരീരത്തിന് മാത്രമേ ഉള്ളൂ ജനനം, അസ്തിത്വം, വിപരിണാമം, വൃദ്ധി, അപജയം, നാശം. ഈ 6 ധർമ്മങ്ങളും ശരീരത്തിൻ്റെതാണ്, ആത്മാവിൻ്റേതല്ല. ഇതറിയണം. ആദിത്യൻ പല ജലാശയങ്ങളിൽ പ്രതിഫലിക്കും, പക്ഷി ഏകനാണ്. അതുപോലെ ആത്മാവും പ്രതീതിയിൽ അല്ലാതെ ഭേദം ആത്മാവിനില്ല. ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 6. മാഭക്യാസം തരുണ്യാഗജൈവ വശയാനാർജയേയം ധനൗകം ഹർത്താന്യാസ്തം ഹി മാധീഹരൈവ മൃഗവൻ മാമുഖം ഗാമ്യഗീരൈഃ നാത്യാസജ്ഞേയ പൂജ്യാ ച ശൈവ മൃളിശേ പിംഗളാപം നിരാശകാം സുപ്യാം ഭർത്തവ്യ യോഗാൻ കുരുരൈവ വിഭോ സാമിഷോ നൈന്നഹന്യൈ. അന്വയം. അർത്ഥം: വിഭോ ഭഗവൻ, വശായ പിടിയാനയാൽ, ഗജ ഇവ കൊമ്പനാന എന്ന പോലെ, തരുണ്യ സുന്ദരിയായ യുവതിയാൽ, മാ ബദ്ധ്യാസം ഞാൻ ബദ്ധനാകരുത്, ധനൗകം ധനരാശിയെ, ന ആർജയേയം സമ്പാദിക്കരുത്, മാത്യഹര ഇവ തേനെടുക്കുന്നവൻ എന്ന പോലെ,
തം ധനത്തെ, അന്യ മറ്റൊരുവൻ, ഹർത്താഹി അപഹരിക്കരുതുള്ളൂ. മൃഗവത് മാൻ എന്ന പോലെ, ഗ്രാമ്യഗീതങ്ങളാൽ മാമുഖം മോഹിക്കരുത്. വെടിശേ ചൂണ്ടയിൽ, ചഷ ഇവ ചഷം എന്ന പോലെ, ഭോജ്യ ഭക്ഷ്യ പദാർത്ഥത്തിൽ, ന അത്യാസജ്ഞേയ എനിക്ക് അത്യാസക്തി ഉണ്ടാകരുത്. പിങ്കല എന്ന പോലെ, നിരാശ ആശയില്ലാത്തവനായി സുപ്യാം ഉറങ്ങണം. സാമിഷ മാംസത്തോടു കൂടിയ കുരരപക്ഷിയെ പോലെ, അന്യ മറ്റുള്ളവയിൽ, ഭർത്തവ്യ യോഗാൻ ഭരിക്കപ്പെടേണ്ടവയുടെ യോഗത്താൽ, നഹന്യേ നശിക്കരുത്. ഹരിവും. സാരം: കൊമ്പനെ പുല്ലുമൂടിയ കിണറ്റിൽ അകപ്പെട്ടാൽ പിടിയാനയെ മുമ്പിൽ കൊണ്ടു ചെന്ന് കാണിക്കാറുണ്ട്. അതുപോലെ സ്ത്രീകളിൽ ശക്തനായി താൻ ബന്ധനത്തിൽ വീണു പോകാനിടയാകരുത്. തേനീച്ചകൾ ശേഖരിക്കുന്ന തേൻ അവയ്ക്ക് ഉപയോഗിക്കാൻ കഴിയാതെ മറ്റുള്ളവർ അപഹരിച്ചെടുക്കുന്നു. സത്കർമ്മത്തിന് ഉപയോഗിക്കാതെയും തനിക്ക് ഉപയോഗിക്കാൻ കഴിയാതെയുമുള്ള ധനം സമ്പാദിക്കാൻ തനിക്കിടവരരുത്. വേടന്മാരുടെ ഗ്രാമ്യഗീതം കേട്ട് മാനുകൾ പിടിക്കപ്പെടാൻ ഇടയാകുന്നത് പോലെ തനിക്ക് ഗീതങ്ങൾ കൊണ്ട് ദുരവസ്ഥ ഉണ്ടാകരുത്. മത്സ്യങ്ങൾ ചൂണ്ടയിലെ ഇര കൊണ്ട് അകപ്പെടുന്നത് പോലെ ഭക്ഷ്യപദാർത്ഥങ്ങളാൽ തനിക്കകപ്പാട് ഉണ്ടാകരുത്. ആഗ്രഹമെല്ലാം ഉപേക്ഷിച്ച് പിങ്കള രാത്രി ഉറങ്ങിയതുപോലെ താനും ഉറങ്ങുമാറാകണം. മാംസം കയ്യിൽ സൂക്ഷിച്ച് കുരരത്തെ മറ്റു പക്ഷികൾ വധിച്ചു. അതുപോലെ ധനം കൊണ്ട് ധനിക്ക് നാശമുണ്ടാവരുത്. ഹരിവും.